ഡിസംബർ 15 അന്തർദേശീയ ചായ ദിനം. ദിവസവും 2 നേരം ഒരു ചായയോ കട്ടനോ കഴിക്കാത്തവർ വിരളം. അത്രയ്ക്ക് വലുതാണ് ചായയ്ക്ക് നമുക്കിടയിലുള്ള സ്ഥാനം. കാണാം ചായപ്രേമികളുടെ ഈ ദിനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ. ചൂടുള്ള ചായ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടാത്തവർ നമുക്കിടയിൽ കുറയും. ചായയ്ക്ക് അത്രയേറെ സ്വാധീനമുണ്ട് നമുക്കിടയിൽ. ചായയിലാണ് പലരുടെയും ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ. ഒരു ദിവസം 6ഓളം ഗ്ലാസ് ചായ കുടിക്കുമെന്ന് ഓണക്കുന്നിലെ ജനാർദ്ദനൻ പറയുന്നു. നമ്മൾ ഉറങ്ങി കിടക്കുന്നിടത്ത് അമ്മ ചായ ടീപ്പോയിൻ്റെ മുകളിൽ ചായ വെച്ചിട്ടാണ് നമ്മൾ വിളിക്കുക. ചായ മെയിൻ. ഉറങ്ങി എണിച്ചോട് ചായ കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളൂ. ചായ ആവുന്നവരേ കിടക്കും. അതാണ് ശീലം. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ചായ ഒരു 3-4 പ്രാവശ്യം കഴിക്കും. രാവിലെ എണിച്ചോട് ഒരു ചായ, അത് അമ്മ രാവിലെ കൊണ്ടുവന്നാലേ കിടന്നിടത്ത് എണീക്കുള്ളൂ. ചായപ്രേമികൾക്ക് വേണ്ടി മാത്രമല്ല ചായദിനം ആഘോഷിക്കുന്നത്. തേയില കച്ചവടം കർഷകരിലും തൊഴിലാളികളിലും ചെലുത്തുന്ന ആഘാതത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ ദിനം പ്രധാനമായും ശ്രമിക്കുന്നത്. ചായയുടെ ഉത്ഭവം ചൈനയിൽ നിന്നാണ്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ചായ എത്തുന്നതുവരെ ഇത് ഔഷധ ആവശ്യങ്ങൾക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഡിസംബർ 15 ചായ ദിനമായി കൊണ്ടാടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.